ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒരു വാക്കിൽ എന്നെക്കുറിച്ച് പറയാം. ഞാൻ റാന്നിയിൽ തീയാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീർന്നു. കഴിഞ്ഞ 45 വർഷമായിട്ട് IPCയിൽ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. ICPFൻ്റെ സ്റ്റാഫ് വർക്കറായിരുന്നു ദീർഘവർഷങ്ങൾ. 15 വർഷത്തോളം ICPFൽ ഉണ്ടായിരുന്നു. ഈ ഫെനോയ് പാസ്റ്ററും നിങ്ങളുടെ സീനിയർ പാസ്റ്റർ ജേക്കബ് മാത്യു ഒക്കെ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ. അതിനുശേഷമായിട്ട് ഞാൻ പാസ്റ്റർ മിനിസ്ട്രിയിലേക്ക് മൂവ് ചെയ്തു. എറണാകുളം, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാസ്റ്റർ മിനിസ്ട്രിയിലായിരുന്നു. 27 വർഷമായിട്ട് വിവിധ സഭകളിൽ സീനിയർ പാസ്റ്ററായിരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ നമ്മുടെ ദൈവവചന ചിന്തയിലേക്ക് പോവുകയാണ്. നമ്മൾ വായിക്കാൻ പോകുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് കടക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. അപ്പോസ്തലനായ പൗലോസ്ലീഹയുടെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സഭകളിലൊന്നായിരുന്നു ഫിലിപ്പിയ സഭ. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. പത്രോസിൻ്റെ മിനിസ്ട്രിയും പൗലോസിൻ്റെ മിനിസ്ട്രിയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിലെ അതിപ്രധാനമായ കാരണം പൗലോസിൻ്റെ മിനിസ്ട്രിയുടെ വിശാലതയ്ക്ക് കാരണം അദ്ദേഹത്തിൻ്റെ വിശാല ഹൃദയമായിരുന്നു. പത്രോസിൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ കുറ്റം പറയൽ, പത്രോസ് ഒന്നാമനായിരുന്നു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. എന്നാൽ പത്രോസിൻ്റെ മിനിസ്ട്രിയേക്കാൾ ശക്തമായ മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച പൗലോസിനെയാണ്. കാരണം തൻ്റെ വിശാല ഹൃദയമായിരുന്നു. പത്രോസ് എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ യഹൂദന്മാരെ, ഞങ്ങൾക്ക് കുറേ ലീഗലിസ്റ്റിക് ചിന്താഗതികളുണ്ട്, റിച്വലിസമുണ്ട്, ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. അതിന് വ്യത്യസ്തമായി ഒന്നും ഞങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കത്തില്ല, അതിനപ്പുറത്തുള്ളതൊന്നും ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ ചിന്താഗതി പത്രോസിന് കർത്താവിൻ്റെ അരികിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. കർത്താവ് അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ ഈ പത്രോസിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞ് പത്രോസ് എന്ത് ചെയ്തതെന്ന് അറിയാമോ? തുപ്പട്ടി സ്വർഗത്തിൽ നിന്ന് ഇറക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് എല്ലാം അറുത്ത് തിന്നാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ വളരെ ഡീസൻ്റ് ആളുകളാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, ഇല്ല, ദൈവശുദ്ധീകരിച്ചിട്ട് നീ എന്താ അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നീ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പത്രോസിന് മനസ്സിലായി ഇതെന്താ ദൈവത്തിൻ്റെ ആലോചനയെന്ന്. ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ മാറി കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി അങ്ങനെ മിനിസ്ട്രിയൊക്കെ ചെയ്തെങ്കിലും ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹം കേഫാവുമായിട്ട് എതിർത്ത് നിന്നു. പൗലോസും കേഫാവും തമ്മിൽ എതിർത്ത് നിന്നെന്ന് എഴുതിയിരിക്കുന്നത്. എന്തായിരുന്നു? അവരുടെ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഒരിക്കലും വ്യക്തിവൈരാഗ്യമാക്കി മാറ്റുന്നത് ഒരു ദൈവവചനം ചേർന്നതല്ല. ഐഡിയോളജി, നമ്മളെല്ലാം ഡിഫറെൻറ്റ് പീപ്പിൾസാണ്. എന്നെ ഒരു മുൻവിധിയില്ലാതെ കേൾക്കണം. കാരണം ഞാൻ എഴുത്തുകാരനെ അല്ല, ഞാൻ ബാംഗ്ലൂരുകാരനാണ്. പക്ഷേ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പത്രോസും പൗലോസും തമ്മിലുള്ള വ്യത്യാസം ഇതായിരുന്നു. പൗലോസ് ഈ ദർശനമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വള്ളം കയറി, അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിൽ പറയാം വള്ളം കയറി, ബോട്ട് കയറി യാത്ര ചെയ്ത് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം കൂട്ടത്തോടെ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ നമ്മൾ യെരുശലേമിൽ തുടങ്ങിയ സഭ അന്ത്യോക്യയിൽ ചെന്നതും അലക്സാന്ദ്രിയയിൽ ചെന്നതും കോൺസ്റ്റാന്റിനോപ്പിളിൽ ചെന്നതും അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് സഭ റോമിൽ ചെന്നു. വളരെ ശക്തമായ അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയൊക്കെ കേന്ദ്രമായിരിക്കുന്ന, ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ പാപത്തിൻ്റെ ചവിറ്റുകുഴി എന്ന് വിളിക്കാൻ പറ്റുന്ന റോമാ പട്ടണത്തിലേക്കും സുവിശേഷം ചെന്ന് ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി അവസാനിക്കുന്നത്. അതിനിടയിൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം മുതൽ വായിക്കുമ്പോഴാണ് ഫിലിപ്പിയിൽ ചെന്ന് പൗലോസ്ലീഹ സഭ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസിഡോണിയൻ കോൾ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഏഷ്യയിൽ വചനം പ്രസംഗിക്കേണ്ട, അത് മക്കതോനിയയിൽ പോയി വചനം പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു സ്വഭാവം ഹല്ലേലൂയ പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നു. ആ സ്വഭാവം നമുക്കും ഉണ്ടായിരിക്കണം എന്ന് മാത്രം അതിൽ ഓർമ്മിക്കുന്നു. ഇങ്ങനെ പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ പ്രസംഗിച്ചത് വളരെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലാണ്, വളരെ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ്, പ്രയാസങ്ങളുടെ മധ്യത്തിലാണ്. തൻ്റെ ശുശ്രൂഷയെ അംഗീകരിക്കുന്ന കുറേ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ല തൻ്റെ ശുശ്രൂഷ അവിടെ ഫലകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ചില വർഷങ്ങൾ അവിടെ പ്രസംഗിച്ചതിന് ശേഷം ലൂക്കോസിനെ അവിടെ പാസ്റ്ററാക്കി വെച്ചു. അടുത്ത 10 വർഷത്തോളം ലൂക്കോസ്, ഇത് ബൈബിളിലില്ല കേട്ടോ,
നിങ്ങൾ പാസ്റ്റർ എവിടെ നിന്ന് ഈ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കരുത്. 10 വർഷത്തോളം ലൂക്കോസ് ആയിരുന്നു ഫിലിപ്പിയ സഭയുടെ പാസ്റ്റർ. ഈ 10 വർഷം കൊണ്ട് സഭയ്ക്ക് ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായി. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന പ്രസംഗത്തിൻ്റെ തീം, ഹൗ ക്യാൻ ഐ റിജോയ്സ് ഇൻ എ ബാഡ് സിറ്റുവേഷൻ. പൗലോസ് ശ്ലീഹ 18 പ്രാവശ്യം ഫിലിപ്പിയ ലേഖനത്തെ പറയുകയാണ്, സന്തോഷിക്കാൻ പറയുകയാണ്. നമ്മൾ ആളുകളോട് ചോദിച്ചാൽ എന്നോ പറയും, പാസ്റ്റർ എന്നോ കണ്ട് സന്തോഷിക്കാനാ. ഇതാണ് ഒരു ചോദ്യം, എന്നോ കണ്ട് സന്തോഷിക്കാനാ. രണ്ടാമത്തെ, പാസ്റ്ററെ ഞാൻ മടുത്തു, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കൊരു സന്തോഷവുമില്ല. ഈ സന്തോഷത്തിൻ്റെ കാരണം, നിങ്ങൾ ആരും ഉറങ്ങരുത് കേട്ടോ, ഈ സന്തോഷത്തിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻസാണ്. സർക്കംസ്റ്റാൻസസ് മേക്ക് യു ഹാപ്പിനെസ് എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ സർക്കംസ്റ്റാൻസസ് അല്ല സന്തോഷത്തിൻ്റെ യഥാർത്ഥമായ കാരണമെന്ന് പഠിപ്പിക്കുവാനാണ് പൗലോസ് ശ്ലീഹ ഈ ലേഖനം എഴുതുന്നത്. എന്താ കാര്യം? ജയിലിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവിത സാഹചര്യങ്ങളല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹാപ്പിനെസ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഹാപ്പനിങ്സ്. നമുക്ക് കാർ കിട്ടി, വീട് കിട്ടി, മക്കൾ പഠിച്ചു, അവരെല്ലാം MBBS എടുത്തു, ഡോക്ടറായി, എൻജിനീയറായി, അവരെല്ലാം മറ്റു രാജ്യങ്ങളിലായി, അവർ വെൽ ഓഫായി, അവരുടെ വീട് പെയ്ഡ് ഓഫായി. ഇതെല്ലാം സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷം തരുന്ന കാര്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഞാനും അനുഭവിക്കുന്ന സന്തോഷങ്ങളാണ്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പക്ഷേ എൻ്റെ ഇന്നർ റിയാലിറ്റിയിൽ, എൻ്റെ ഇന്നർ പേഴ്സണാലിറ്റിയിൽ ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കണം? ഇന്ന് പകലിൽ ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത് പറയുകയാണ്, എന്താ റീസൺസ്, ഒരു 5-6 റീസൺ ഉണ്ട്, വേഗം പറഞ്ഞു പോകാം, എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിക്കോ. ഒന്ന്, അക്നോളജ് ദ ഗിഫ്റ്റ്. ആ സഭയിൽ നിന്ന് അയച്ച ഗിഫ്റ്റിനെ കുറിച്ച് അത് അക്നോളജ് ചെയ്യുക. 4:19, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. എന്തേ? ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ സന്തോഷിച്ചെന്ന്. അതൊരു നോർമൽ കേസാണ് അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത എന്നാണെന്നറിയാമോ? എനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ യോഗ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരണം എന്നുള്ള ചിന്തയാണ്. ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിചാരമുണ്ടായി. ഞാൻ പറയാറുണ്ട്, ജീവിതകാലത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു വിചാരവും ഇല്ലാത്ത ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പെന്തിക്കോസ്താണ്, വർഷങ്ങളായിട്ട് അന്യഭാഷ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും മറ്റു മനുഷ്യരെക്കുറിച്ച് ഒരു വിചാരവും ഇല്ലാത്ത മനുഷ്യർ. പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയിലെ സഭയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് പിന്നെയും വിചാരപ്പെടുന്നത് നിങ്ങളുടെ പാസ്റ്ററായാലും ശരി, നിങ്ങളുടെ കൂട്ടസഹോദരനായാലും ശരി, ലോകത്തിൽ നിങ്ങളുമായി പരിചയമുള്ള ഏത് വ്യക്തിയായാലും ശരി, അവരെക്കുറിച്ച് ഒരു അല്പമെങ്കിലും വിചാരം ഉള്ളിലുണ്ടായിരിക്കണം. പ്രൈസ് വേഗത്തിൽ പോവുകയാണ്. രണ്ടാമത് പൗലോസ് പറയുകയാണ്, എക്സ്പ്ലെയിനിങ് ദ സിറ്റുവേഷൻ ഇംപ്രസൺമെൻറ്റിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സിറ്റുവേഷനിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് തന്നെ ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, സെൻഡിങ് എഫ്രാദിത്തോസ് എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങോട്ട് അയക്കുക. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് 2:25 മുതൽ 30 വരെ. നാലാമത്തെ കാര്യം, ഒരു ഡിസ്യൂണിറ്റി ഉണ്ട്, ഈ സഭയ്ക്കകത്തൊരു ഡിസ്യൂണിറ്റി ഉണ്ട്. ആ ഡിസ്യൂണിറ്റി എന്താ? അത് ഞാൻ പിന്നീട് വരുമ്പോൾ പറയാം. 1:27, 2:11 മുതൽ 1 മുതൽ 11 വരെ, 4:2 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ ചർച്ചിനകത്തൊരു ഡിസ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ പൗലോസ് പറയാണ്, ലിവ് ആൻഡ് ആക്ട്, വിറ്റ്നസ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത നിങ്ങളുടെ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ഒന്ന് വെളിപ്പെടട്ടെ. ഫിലിപ്പിയരോട് പറയാം, ഇതൊക്കെ നമ്മളോട് ഇന്നും പറയാനുള്ളത്. അഞ്ചാമത്തെ കാര്യം, ഡേഞ്ചർ ഓഫ് ജൂയിഷ് ലീഗലിസം. ഈ യഹൂദന്മാരുടെ എന്ത് ചെയ്യുക, അതാണ് നമ്മൾ ഈ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ, നായ്ക്കളെ സൂക്ഷിപ്പീൻ. അത് ഈ പാസ്റ്റർമാരെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല കേട്ടോ. നായ്ക്കളെ സൂക്ഷിപ്പീൻ, പിന്നെന്താ പറയുന്നത്, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞല്ല കേട്ടോ. ഞങ്ങൾ ആകാത്ത വേലക്കാരാണെങ്കിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല. എങ്കിലും ഇത് പറയുന്നത് യഹൂദ മതാനുസരി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പത്രോസിൻ്റെ തത്വം കൈക്കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് പറയുകയാണ്, ഈ ജൂയിഷ് ലീഗലിസ്റ്റിക് വ്യവസ്ഥിതിക്ക് വെളിയിലാണ് ക്രിസ്ത്യാനിറ്റി എന്നവരെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത്രയും പറഞ്ഞിട്ട് വേഗം പോവുക. ഇനിയും അപ്പം ഈ സന്തോഷം എന്ന് പറയുന്നത് സംബന്ധിച്ച് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വീണ്ടും വരിക. ഒന്ന്, നെഹമ്യാവിൻ്റെ പുസ്തകം 8:10, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ ബലം? ഡിപ്പോസിറ്റോ, വീടുകളുടെ എണ്ണമോ? ഇതൊന്നും അല്ല ബലം. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ബലമാകുന്നു. എന്തിനാ ദൈവം ഉത്സവം കൊടുത്തത്? ചിലർക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്ടമല്ലാത്തവരുണ്ട്.
അവരുടെ വീട്ടിൽ പോയി അന്ന് ഞാൻ ചായ കുടിക്കത്തില്ല. അതിൻ്റെ പേരിൽ പണങ്ങി എൻ്റെ സഭയിൽ വന്ന വിശ്വാസികളുണ്ട് വേറെ സഭയിൽ നിന്ന്. ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് ബർത്ത്ഡേ ദിവസം ഒരു വെള്ളം പോലും കുടിക്കത്തില്ല. വേണേ വന്ന് പ്രാർത്ഥിച്ചു പോകും, വെള്ളം കുടിക്കത്ത് പോലുമില്ല. ഈ ഉത്സവങ്ങൾ എന്തില്ല ദൈവം കൊടുത്തേ? പ്രൈസ് ദി ലോർഡ്. Not only the remembrance of the God's work, but this is the way God wants to teach them how to rejoice in the Lord. ദൈവത്തിൽ സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്. ഉത്സവങ്ങൾ അതിനാണ് ദൈവം കൊടുത്തത്. സങ്കീർത്തനം 16:11, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരത്തിന് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? യോഹന്നാന്റെ സുവിശേഷം 15:11, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എ സ്മൈൽ ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ടു പേഴ്സൺസ്. ഒന്ന് ചിരിക്കാൻ പറ്റുമോ? സത്യം പറയാം, നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? ചിരിച്ചാൽ കരയും, അതുകൊണ്ട് ചിരിക്കരുത്. എൻ്റെ അമ്മ എന്നെ എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ചിരിച്ചേന്. എൻ്റെ അപ്പൻ എത്ര പ്രാവശ്യം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സഭയിലെ പാസ്റ്റർ ഉറക്കെ ഒന്ന് ചിരിച്ചു പോയി, എന്തെങ്കിലും ഒന്ന് തമാശ പറഞ്ഞ് ചിരിച്ചു പോയി, ഒട്ടനെ അവരെ എല്ലാവരും കൂടെ അവരോട്ടാണ് നോക്കുന്നത്. സോ ചിരിക്കുന്ന ഭാവമാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പം ജോയ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ പറയും, ഇന്ന് ഒരു സന്തോഷവും ഇല്ലായിരുന്നു, ആരാധന ഒരു മെച്ചവും ഇല്ലായിരുന്നു, എൻ്റെ പാസ്റ്ററെ എന്നോ പറയാനാ. Who is responsible? Because of your attitude and your reflections is different. That's why you are not happy in this world. As a child of God, you will enjoy, you will rejoice in the Lord. Proverbs 23:7 പറയുന്നു, എന്താ ഒരു മനുഷ്യൻ എന്തായിരിക്കുന്നു അതാണ് അവൻ്റെ attitude. A man of things so he is. ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു അതാണ് അവൻ ആയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? മൈൻഡ് മാനേജ്മെൻറ്റ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ, മൈൻഡ് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് നമുക്ക് ഒരുപാടൊക്കെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മിടുക്കന്മാരായിട്ട് ഇത്രയൊക്കെ ഡിപ്പോസിറ്റ്സും കാശും ഒക്കെ ഉള്ളത്. ഇവന്മാർക്ക് മണി മാനേജ്മെൻറ്റ് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും അവിടെ പട്ടിണിയിലൊക്കെ കിടക്കുന്നത്. അപ്പം മണി മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന പോലെ നമ്മുടെ മൈൻഡ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കണം. മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. സന്തോഷം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, സർക്കംസ്റ്റാൻസസ്. വീട്, ഓഫീസ്, നമ്മൾ പോകുന്ന ട്രാഫിക്, രാവിലെ ഇറങ്ങി ജോലിക്ക് പോകാൻ 9:30 സൈൻ ചെയ്യണം. പക്ഷേ ഭയങ്കര ട്രാഫിക് ആകുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും, ഇൻക്ലൂഡിങ് മീ. ഞാനും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ചിലപ്പോഴൊക്കെ. എന്നാൽ വേദപുസ്തകം പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാണ്. സന്തോഷമുള്ള ഒരു ഹൃദയം. എന്താ ദൈവം നമുക്ക് തരാതിരുന്നത്? ഒന്നും തരാതിരുന്നില്ല, എല്ലാം തന്നു. പക്ഷെ തന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സങ്ങ് മാറി. നമുക്കിതൊക്കെയാണ് വലുതെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. ഇനിയും 7 കാര്യങ്ങൾ പറയാൻ പോവാണ്. 7 കാര്യങ്ങൾ. എന്താണ് സന്തോഷത്തെ കെടുത്തുന്ന 7 കാര്യങ്ങൾ? 1, റിസൻമെൻറ്റ്, നീരസം. അതിന് റിസൻമെൻറ്റിന് മലയാളത്തിൽ 3 വാക്കുകളുണ്ട്: നീരസം, അമർഷം, അനിഷ്ടം. എനിക്ക് ആളുടെ ഇഷ്ടമല്ല. I don't like him. Why? The other person doesn't know why you are not loving him. അവർക്ക് അറിയത്തുപോലുമില്ല എന്തിനാണ് നിങ്ങൾ സഹിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ചിരിക്കാതിരിക്കുന്നത്, എന്താ എന്നോട് ദേഷ്യം, അവർക്ക് അറിയത്തില്ല. ഇത് തന്നെയാണ് പലപ്പോഴും പിള്ളേരെ വളർത്തുമ്പോഴുള്ള പ്രോബ്ലം. മക്കളെ വളർത്തുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് കൊച്ചു പിള്ളേരെന്ത് ചെയ്യുമെന്നറിയോ? നിങ്ങളൊരു കാര്യം പറയുമ്പോൾ why എന്ന് ചോദിക്കുന്ന കാര്യം എന്നാ? ബിക്കോസ് they want to the answer. നമ്മൾ പറയുന്നത് I am okay, you are not okay. ഞാൻ നല്ല സൂപ്പറാളാണ്. നിങ്ങളാരും എൻ്റെ മോൻ എന്നെ പഠിപ്പിച്ചൊരു തത്വമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അവൻ വളർന്നു വരുമ്പോൾ എൻ്റെ വീട്ടിൽ ആരെയെങ്കിലും കുറിച്ച് പറഞ്ഞാൽ എൻ്റെ മോൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്: പപ്പ, അവരിലും നല്ല ഗുണങ്ങളുണ്ട് പപ്പ. സ്വത്രം. അവരിലും നമ്മൾ ഈ തെറ്റായ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അവരോട് റിസൻമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഹാപ്പിയുള്ള ഫാമിലി ലൈഫ് നയിക്കാനേ പറ്റത്തില്ല. നിങ്ങളൊട്ട് തുറന്ന് പറയത്തുമില്ല. സ്തോത്രം. അപ്പോൾ റിസൻമെൻറ്റ്. നിങ്ങൾക്കറിയാമോ, മോസസ്, ആരോൻ, മിരിയാം, ദേ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഒരു ഫാമിലിയിൽ നിന്ന് വന്നവരാ, പകലോമറ്റ കുടുംബക്കാരാ. പക്ഷേ മോശയ്ക്ക് ഭാര്യയെ ചൊല്ലി എന്ത് ചെയ്തു? കംപ്ലൈൻറ്റ് ഉണ്ടാക്കി. അത് എവിടെ ചെന്ന് അവസാനിച്ചു? എവരിബഡി നോസ് ബൈബിൾ സ്റ്റോറി.
ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ദാറ്റ്, ഐ ഡോണ്ട് ഹാവ് ടൈം. റിസൺമെൻറ്റ്, എനിക്ക് നീരസമാണ്. എന്താ റീസൺ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ദൈവത്തിന് അതേ നീരസം നമ്മളോടുണ്ടെങ്കിൽ നമുക്കിന്നിവിടെ വന്നിരിക്കാൻ പറ്റുമോ? സ്തോത്രം. മനസ്സിലേതെങ്കിലും മനുഷ്യരോട്, ഏതെങ്കിലും ദൈവദാസന്മാരോട്, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നിൻ്റെ സഹോദരൻ നിന്നെ ഭയങ്കരമായിട്ട് കബളിപ്പിച്ച ആളാണെങ്കിലും അവരോട് നീരസം വെച്ച് പുലർത്തരുത്. എൻ്റെ ചർച്ചിലൊരു വിശ്വാസി ഉണ്ടായിരുന്നു, 78 വയസ്സുള്ളൊരു അപ്പച്ചൻ. ഞാൻ ചെന്നു, 1.5 വർഷമായിട്ട് കർത്തൃമേശ എടുക്കത്തില്ല. ഞാൻ ഒരു ദിവസം ചോദിച്ചു, അപ്പച്ചാ എന്താ അപ്പച്ചാ കർത്തൃമേശ എടുക്കാത്ത? എൻ്റെ പാസ്റ്റർക്ക് ഇവിടുത്തെ ചരിത്രമൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ അപ്പച്ചാ? എനിക്കറിയത്തില്ലല്ലോ അപ്പച്ചാ. അപ്പം ചെല്ലുമ്പോഴേ പറയും, എനിക്കിവിടുത്തെ പഴയ ചരിത്രം കേൾക്കണ്ട, ഇന്ന് നിങ്ങൾ ആരായിരിക്കുന്നു, നാളെ നിങ്ങൾ എന്താകാൻ പോകുന്നു, ഇതേപോലെ. അതുകൊണ്ട് 3 വർഷത്തേക്ക് ഒരാളും വരത്തില്ല. ഒടുവിലത്തെ വർഷമാകുമ്പോൾ വന്ന് ഓരോരുത്തർ ചെവി പറയാൻ തുടങ്ങും. 3 വർഷത്തേക്ക് ആരും പറയത്തില്ല. നല്ലൊരു മെത്തേഡാണ് പാസ്റ്ററെ. അപ്പം അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് പാസ്റ്റർക്ക് അറിയാമോ, എനിക്ക് 70,000 രൂപ തരാനുള്ള ഒരു മനുഷ്യനുണ്ട്, ഈ സഭയ്ക്കകത്തിരിപ്പുണ്ട്, അയാൾ എന്നെ കളിപ്പിച്ചതാണ്, ഞാൻ അയാളോട് ജീവിതത്തിൽ ക്ഷമിക്കത്തില്ല. അപ്പച്ചൻ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ റൂമിൽ പോയി, എൻ്റെ വീട്ടിൽ ഡ്രോയർ തുറന്നിട്ട് ഒരു ചെക്ക് എടുത്തുകൊണ്ട് വന്നു വെച്ച്, എനിക്ക് 7 ലക്ഷം രൂപ തരാനുള്ള ഒരാളുണ്ട്. ഞാൻ ആ 7 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ടുവന്നിട്ട്, അപ്പച്ചാ ഈ ചെക്കിൽ എത്ര അപ്പച്ചാ എഴുതിയിരിക്കുന്നത് ചോദിച്ചു. അപ്പച്ചൻ പൂജ്യമില്ല, ഇങ്ങനെ കണ്ണാടി വെച്ച് നോക്കി വായിച്ച് വെച്ച് പറഞ്ഞു 7 ലക്ഷം രൂപ. അപ്പച്ചാ ഞാൻ ആ മനുഷ്യനോട് ക്ഷമിച്ചപ്പച്ചാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിറ്റേ ആഴ്ച മുതൽ ഞാൻ പോരുന്നത് വരെ ആ മനുഷ്യൻ സഭയിൽ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്കിങ്ങനെ വിഷമമുണ്ടായിരുന്നു, എൻ്റെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അനുസരിച്ചു, ഞാൻ മാറാൻ തീരുമാനിച്ചു. എന്നെങ്കിലും ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ മലയാളി കമ്മ്യൂണിറ്റിക്കകത്ത് വന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങളുടെ സൂപ്പർ പ്രസംഗം എൻ്റെ കുറേ ഉണ്ട്, ഇതിപ്പോൾ പുതിയ പ്രസംഗമായതുകൊണ്ട് ഇതിപ്പോൾ പ്രസംഗിക്കുന്നത്, ഇതൊക്കെ യൂട്യൂബുകളിലൊക്കെ കുറേയൊക്കെ കാണും. പ്രൈസ് ലോർഡ്. സൂപ്പർ പ്രസംഗങ്ങളല്ലേ ഇവർ, ബുൾഡോസർ, ഇവരെ വിളിക്കേണ്ടത് ബുൾഡോസർ പ്രസംഗകർ. പെന്തിക്കോസ്തിലെ ബുൾഡോസർ പ്രസംഗകർ വന്ന് പ്രസംഗിക്കുന്ന സഭകളാണ് ഇതൊക്കെ. വാട്ട് ഈസ് ഗോയിങ് ഓൺ? വാട്ട് ഈസ് ഹാപ്പനിങ്? 27 വർഷം വിവിധ IPC സഭകളുടെ സീനിയർ പാസ്റ്റർ ആയിരുന്ന ആളാണ് ഞാൻ. ബാക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്, പറയാം. രണ്ടാമത്തെ കാര്യം, ബിറ്റർനെസ്, കയ്പ്. ഇപ്പം നിങ്ങളൊരാളെ എന്നെക്കുറിച്ച്, എക്സാമ്പിൾ നെബു അങ്ങ് പറയുക, അയാൾ ശരിയല്ല, ഒരു 10 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും വിചാരിക്കും ശരിയല്ലായിരിക്കുമെന്ന്. എന്താ കാരണം ശരിയല്ലാത്തതിന്? നിങ്ങൾ ശരിയാണോ? നിങ്ങൾ ശരിയായിട്ട് വേണ്ടേ മറ്റുള്ളവരെ ശരിയാണോ എന്നല്ലയോ എന്ന് പറയാൻ? ഓക്കെ, ഇച്ചിരി ഷാർപ്പാണ് കേട്ടോ, സോറി. അപ്പം കൊലോസ്യ ലേഖനം 3:19, എബ്രായർ 12:5, വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് അനേകർ അതിനകത്ത് മല്ലപ്പെടും. ഇതിനകത്ത് ഞാൻ പറയട്ടെ, 27 വർഷം പാസ്റ്റർ ആയിരുന്ന കാലത്ത് ഒരൊറ്റ ആളും എൻ്റെ സഭയിൽ നിന്ന് ഞങ്ങളെ വിട്ടുപോയിട്ടില്ല. എൻ്റെ ഭാര്യ വീട്ടിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരുണ്ട്, നിങ്ങൾ വിളിച്ചു ചോദിച്ചോ. ലിംഗരാജ് ഒരു IPC ചർച്ച് മുതലുള്ള എല്ലാ ചർച്ചുകളിലും ഞാൻ ഇരുന്നിടത്ത് വിളിച്ചു ചോദിച്ചോ. ഇതിപ്പോൾ ഞാൻ മൈക്കിന് മുമ്പിലും ഇതിൻ്റെ മുമ്പിലൊക്കെ അല്ലേ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്ത് ചെയ്യരുത്? ബിറ്റർനെസ്, കയ്പ് വെക്കരുത്. ഏത് സ്വർഗത്തിലാണ് പോകുന്നത്? ഇവിടുന്ന് നന്നായിട്ട് വീട്ടിൽ ജീവിച്ചിട്ട് പോകണം. നിങ്ങളുടെ പാസ്റ്ററെ പോലെ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി പ്രസംഗിക്കുന്ന ദൈവദാസൻ ആരുണ്ട്? ഇവിടുന്ന് നന്നായിട്ട് ജീവിച്ചിട്ട് വേണ്ടേ സ്വർഗത്തിലോട്ട് പോകാൻ? സ്തോത്രം. ബിറ്റർനെസ്. 3, ആങ്കർ, കോപം. എഫേസ്യർ 4:26, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെക്കരുത്. 4ാമത്തെ കാര്യം, ഫൊർഗീവ്നെസ്, അൺഫൊർഗീവ്നെസ്, ക്ഷമിക്കത്തില്ല. എഫേസ്യർ 4:32, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും. ഫിയർ, ഭയം, ഒരു പ്രശ്നമാണ്. സന്തോഷത്തെക്കെടുത്ത ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. 2 തിമോത്തി 1:7, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ബാക്കിങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം പോയി. എഫേസ്യർ 4:27, പരിഭവം, രസക്കേട്, ഒഫൻസ്. 7ാമത്തെ കാര്യം, ഡിസൊബീഡിയൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത്. നീരസം, കയ്പ്, കോപം, ക്ഷമിക്കാത്ത സ്വഭാവം, ഭയം, ഒഫൻസിന് എന്താ വാക്കുന്നത്? ഡിസൊബീഡിയൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷത്തെ
കിടത്തുന്നത്. ഇനി നമ്മുടെ ഈ ഫിലിപ്പിയ ലേഖനത്തിന് 4 അധ്യായത്തിൽ പൗലോസ് എന്താ പറയുന്നത്? ഈ ഫിലിപ്പിയ ലേഖനം നമുക്ക് പല രീതിയിൽ പഠിക്കാം. സിറ്റിസൺഷിപ്പ് സെൻറ്റേഡായിട്ട് പഠിക്കാം, ക്രൈസ്റ്റ് സെൻറ്റേഡായിട്ട് പഠിക്കാം, അതുപോലെ ഹാപ്പിനെസ് സെൻറ്റേഡായിട്ട് പഠിക്കാം. അങ്ങനെയൊക്കെ വിദ്യ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹാപ്പിനെസ് സെൻറ്റേഡായിട്ട് ഈ പുസ്തകം എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. 1 അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് സിംഗിൾ മൈൻഡഡ് ആയിരിക്കണം, ഏകാഗ്ര ഹൃദയമുള്ളവരായിരിക്കണം. സിംഗിൾ മൈൻഡഡ്. ഈ സിംഗിൾ മൈൻഡ് എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. എഫേസ്യർ 2 സഹോദരിമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരോട് ഏക ചിന്തയോടെ ഇരിപ്പാൻ പറയാൻ. ഫേസ് 4 അധ്യായത്തിൽ 2-ാം വാക്യം, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ എന്ത് ചെയ്യുക? യുവതിയെയും സൂന്തുകയും പ്രബോധിപ്പിക്കുക. ഇവരെ ഒരു കാലത്ത് നല്ല സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളായ മനുഷ്യരെ ഒരു കലപ്പയുടെ കീഴിൽ ഒന്നിച്ച് ഉഴുതുന്ന കാളകളെപ്പോലെ ഒബീഡിയൻ്റ് ആയിരുന്ന ഈ 2 പേര് തമ്മിൽ എന്ത് ചെയ്തു? ഫ്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ ഫ്രിക്ഷൻസ് പുരുഷന്മാരാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്ത. പക്ഷെ അല്ല. സോറി, നിങ്ങളെക്കുറിച്ച് ബാഡായിട്ട് പറയല്ല. അച്ഛൻ പറഞ്ഞില്ലേ പിന്നെ ആരാ പറയുന്നേ? അതുകൊണ്ട് അച്ഛൻ പറയണം. അച്ഛൻ ഇങ്ങനെ ഉസിര് കയറ്റി വിടുക. അടുത്ത കമ്മിറ്റിയിൽ അച്ഛൻ പറയണം. അച്ഛൻ ഈ ഭാര്യ 10 പ്രാവശ്യം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അച്ഛൻ നമ്മുടെ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല, ഞങ്ങളുടെ അവിടുത്തെ കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഏകാഗ്ര ഹൃദയം അങ്ങ് വിടും. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കർത്താവിന് വേണ്ടി എവിടെ പോയി ജീവൻ വെച്ചിടുമെന്നുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഞാൻ അമേരിക്കയിൽ പോയി എനിക്ക് കർത്താവെ വീട് സ്ഥലവും ഒക്കെ തന്നാൽ ഞാൻ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി അങ്ങ് ചങ്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. എന്തിനാ ചങ്ക്? എന്താ കാര്യമെന്നറിയാമോ? സുവിശേഷത്തിൽ നിങ്ങളാകുന്നു. നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ ഗോസ്പൽ. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വന്ന പാളിച്ചയും ക്രിസ്തുവുമായി നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടായിരുന്ന ഏകാഗ്രത നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സ്തോത്രം. സിംഗിൾ മൈൻഡഡ്. 2, ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ FE ചേർത്ത 3 പദമാണ് പറയാൻ പോകുന്നത്. ഫെലോഷിപ്പ് വിത്ത് ദ ഗോസ്പൽ, ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ. അതാ എൻ്റെ ശത്രു പ്രസംഗിച്ചാൽ പോലും പൗലോസ് പറയുകയാണ്, പൗലോസിന് മാത്രമേ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, എനിക്കും പ്രസംഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രസംഗിച്ചാലും ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. എന്നോ വിശാല ഹൃദയമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, പാസ്റ്റർമാർക്ക് അറിയത്തുള്ളൂ, ഞങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ പൗലോസ് പറയും ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. അതും ഞാൻ സ്വീകരിക്കും. ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷം എങ്ങനെയെങ്കിലും ആളുകളിൽ ചെന്നാൽ മതി, അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. 3-ാമത്തെ കാര്യം, ഫെയ്ത്ത് ഇൻ ദ ഗോസ്പൽ. സുവിശേഷത്തിലാണ് എൻ്റെ വിശ്വാസം, ക്രിസ്തുവിലാണ് എൻ്റെ വിശ്വാസം, ക്രിസ്തുവിലാണ് എൻ്റെ ആശ്രയം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ സിംഗിൾ മൈൻഡഡ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇത് വെച്ച് ഇന്ന് ഫിലിപ്പിയ ലേഖനം വീട്ടിൽ പോയിരുന്ന ഒന്ന് വായിക്കുക, ഒരു പ്രാവശ്യമെങ്കിലും ഫിലിപ്പിയ ലേഖനം വായിച്ചു തുടങ്ങുക. അപ്പോൾ ഒന്ന് ചെയ്യുക, ഫെലോഷിപ്പ് വിത്ത് ദ ഗോസ്പൽ, ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ, ഫെയ്ത്ത് ഇൻ ദ ഗോസ്പൽ. സുവിശേഷത്തിലുള്ള എൻ്റെ ഉറപ്പ വിശ്വാസം. 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഒരു സബ്മിസീവ് മൈൻഡ് വേണം. നിങ്ങൾക്ക് സന്തോഷം വേണോ? എന്നാ വേണം? അയ്യോ, പോലീസിനെ കാണുമ്പോൾ എന്തോ ഒരു 93 കീച്ചിക്കൊണ്ടിരുന്നത് പോലീസ് ഉണ്ടെന്നൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ഡീസൻറ്റ് മനുഷ്യരാ. എൻ്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന, പോലീസിനെ കാണുമ്പോൾ മര്യാദ വീട്ടിലുണ്ടോ? ഈ ചിലരെ തന്നിരിക്കുന്ന ഇതുകൊണ്ടാണല്ലോ, നന്നാക്കിക്കൊണ്ട് പോകാനാ. അയൺ ഷാർപ്പൺ അയൺ. നമ്മൾ വലിയ കരടിക്കുട്ടിയെ പോലെ ഇരുന്നിട്ട് കുഞ്ഞാടിനെ പോലുള്ള ഭാര്യയെ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? നല്ല കരടിക്കുട്ടിയെ തന്നെ ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ് സബ്മിസീവ് മൈൻഡ് ഉണ്ടാകണം. അതിന് പൗലോസ് 2-ാം അധ്യായത്തിൽ പറയുന്ന ആരെയാ മോഡൽ പറയുന്നതെന്നറിയാമോ? യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളതെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യരായി ലോകത്തിൽ വന്ന് ജീവിച്ചു. നമുക്കെല്ലാവർക്കും അവൻ മാതൃകയായി തീർന്നു. ആ മാതൃകയായി തീർന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. യേശു കർത്താവ് 1-ാമത്തെ മാതൃക സബ്മിസീവ് മൈൻഡിന്. 2-ാമത്തെ മാതൃക പൗലോസ് പറയാം, പോളാകുന്ന ഞാൻ അതിന് മാതൃകയാണ്.
മൂന്നാമത് ഞാൻ വേഗത്തിൽ പോവാം. പൗലോസ് തിമത്തിയോസ് പറയാണ്, തിമത്തിയോസിനെ കുറിച്ച് പറയാണ്. തിമത്തിയോസ് അതിന് ഒരു മാതൃകയാണ്. 15 വയസ്സിൽ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൈ കിട്ടിയപ്പോൾ അവനെ മെൻറ്റർ ചെയ്തെടുത്ത് പൗലോസ് പറയാണ്, തിമത്തി, ഞാൻ ക്രിസ്തുവിനെ എങ്ങനെ അനുകാരിയായിരിക്കുന്നു അതുപോലെ അവൻ എൻ്റെ അനുകാരിയായി തീർന്നു. നമുക്ക് ആരെങ്കിലും ഒരു മെൻറ്ററുണ്ടോ? നമ്മളെ ഒന്ന് ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ആരുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഹൂറ്റോൾ, ഞാൻ ഇത്രയും പ്രായമുള്ള മനുഷ്യരെ ഇപ്പോഴും ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ള ജ്ഞാനവും വിവേകമുള്ള മനുഷ്യരോട് ചോദിക്കാതെ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. എനിക്ക് എൻ്റേതായ ഡിസിഷൻ എടുക്കാം. ഇത്രയും വർഷങ്ങൾ മനുഷ്യരെ മാനേജ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളിലൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഒരു മെൻറ്റർ ലൈഫിലുണ്ടായിരിക്കണം. നാലാമത് പൗലോസ് പറയുകയാണ്, എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ എന്ത് ചെയ്യുക? പൗലോസിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഹീ വാസ് കമ്മിങ് ഫ്രം എ ജെൻറ്റൈൽ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ വരുന്ന ആ മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്, ഈ മനുഷ്യൻ ജീവൻ കൊടുക്കാൻ പോലെ. അതൊരു സബ്മിസീവ് മൈൻഡാണ്. മനസ്സിലായോ? ജീവൻ കൊടുക്കണ്ട, മര്യാദയ്ക്ക് അങ്ങ് വിട്ടാൽ മതി. സ്പിരിച്വൽ, അടുത്ത മൂന്നാം അധ്യായം, സ്പിരിച്വൽ മൈൻഡ്. ഒരു ആത്മീയ മനസ്സുണ്ടാകണം. ഒന്ന് ഞാൻ പറഞ്ഞത് സിംഗിൾ മൈൻഡ്, രണ്ട് ഞാൻ പറഞ്ഞത് സബ്മിസീവ് മൈൻഡ്, മൂന്നാമത് പറയുന്നത് സ്പിരിച്വൽ മൈൻഡ് ഉണ്ടാകണം. ഈ സ്പിരിച്വൽ മൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണി. നമ്മൾ വിചാരിക്കുന്ന പുള്ളിയുടെ കപ്പലും ബോട്ടും ഒക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞെന്നാ. മനസ്സിലായോ? നമ്മൾ ടെൻറ്റ് മിനിസ്ട്രി, ടെൻ്റ് ഉണ്ടാക്കുന്ന, തൻ്റെ ഫാദർ മുതൽ ടെൻ്റ് ഉണ്ടാക്കുന്നവരായിരുന്നു. റോമൻ പടയാളികൾക്ക് പാർക്കാൻ ടെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് റോമൻ ഗവൺമെൻറ്റിന് സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതൊക്കെ താൻ വേണ്ടെന്ന് വെച്ചെന്നാണ്. ഒന്നുമല്ല, അതിന് അനുക്കളൊക്കെ അപ്പുറത്ത് മറ്റു പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ യഹൂദനിൽ നിന്ന് ജനിച്ച യഹൂദൻ, എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രാഹിം. എനിക്ക് എൻ്റെ ട്രോഫി ഞാൻ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാൻ ആരാന്നറിയാമോ? ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കാലത്ത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ 10 സെൻറ്റ് എന്ത് ചെയ്തു? ഒരു കുഴി സഭയ്ക്ക് കൊടുത്തു. ഇതാ ട്രോഫി. ഒന്ന്. മനസ്സിലായോ? നമ്മളിങ്ങനെ ട്രോഫികളും കൊണ്ട് നടക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ചെന്നാൽ പപ്പായ്ക്ക് കിട്ടിയത്, മമ്മിക്ക് കിട്ടിയത്, PYP കിട്ടിയത്, സൺഡേ സ്കൂളിൽ കിട്ടിയത്, ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. പൗലോസ് പറയാണ്, ഇതുപോലെയുള്ള എല്ലാ എനിക്ക് ബോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനെടുത്ത് ഗാർബേജിലിട്ടു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ എന്തിലാണ് ബോസ്റ്റ് ചെയ്തത്? ഞാനിവിടെ വന്ന് നിന്നപ്പോൾ പറഞ്ഞു 27 വർഷം ഞാൻ സീനിയർ പാസ്റ്ററായിരുന്നു, ഞാൻ 15 വർഷം ICPFിലായിരുന്നു. ബോസ്റ്റിങ്ങാണ്. പൗലോസ് പറയാണ്, ഒരു സ്പിരിച്വൽ മൈൻഡ് ഉണ്ടായാൽ നിങ്ങളിലെ അഹങ്കാരം മുഴുവനായി മാറിപ്പോവും. നിങ്ങൾ ഈ ട്രോഫി വെടിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം ഹി വാസ് പുട്ട് ഇൻ ദ ഗാർബേജ്. അങ്ങനെ ട്രാഷ്. നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നേ? എന്തുവാ നമുക്ക് അഹങ്കരിക്കാനുള്ളത്? ഇവിടുത്തെ മെഡിക്കൽ സയൻസും ഇൻഷുറൻസും എല്ലാം, മെഡിക്കൽ ഇൻഷുറൻസ്. ഗുഡ്. പാസ്റ്റർക്ക് കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാച്ചേച്ച് പോയാൽ മതി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. എങ്കിലും പറയാതിരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. പ്രിയമുള്ളവർ, എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്യുന്നതും എൻ്റെ കിഡ്നി വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറും. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു ദിവസം കൂടെ തന്നല്ലോ, ഈ സൺഡേന് വേണ്ടി എങ്ങനെ കൊടുക്കണം? പൗലോസ് പറയാണ്, ജുഡായിസത്തിൽ എനിക്ക് ഭയങ്കര ടോപ്പ് പൊസിഷൻസാണ്. ഗമാലിയലിന് ശേഷം വരാൻ പോകുന്ന ലീഡറാണ്. സ്കൂൾ ഓഫ് ഫിലേയുടെ ബാക്കിയായിട്ട് കിടക്കുകയാണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾ അവിടെ പഠിച്ചത്, ഞങ്ങൾ അവിടെ ഇവിടെ പഠിച്ചു. അപ്പോൾ പൗലോസ് പറയാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതിനെയെല്ലാം എടുത്ത് വെളിക്കളയുന്നതാണ് യഥാർത്ഥമായ ആത്മീയ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? 1, ഏകാഗ്ര ഹൃദയം. 2, കീഴ്പ്പെടുന്ന ഹൃദയം. 3, ആത്മീയ ഹൃദയം, സ്പിരിച്വൽ മൈൻഡ്. 4, സെക്യൂർ മൈൻഡ് ഉണ്ടാകണം. നമുക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാകണം. ഞാൻ 2 ഓർഗനൈസേഷൻസാണ് ലോകത്തിൽ ബെസ്റ്റായിട്ട് ഓടുന്നത്. അത് രണ്ടും ഹൈറാർക്കിയുള്ള ഓർഗനൈസേഷനാണ്. ഒന്ന് കാത്തലിക്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, ധർമാരാം എന്ന് പറയുന്ന കോളേജിലാണ്. അവരുടെ സിസ്റ്റം എന്താ? പോപ്പ് ഈസ് ദ ടോപ്പ് പേഴ്സൺ,
ദെൻ കർദിനാള്, എന്ത് ചെയ്യുക, ബിഷപ്പുമാർ, ഇങ്ങനെ വരിക. ഏറ്റവും ഒടുവിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ. അതിനെ ഹൈറാർക്കിക്കൽ അല്ലെങ്കിൽ പിരമിഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിരമിഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പിരമിഡൽ സ്ട്രക്ചർ കൊണ്ട് പണിതിരിക്കുന്ന രണ്ട് ഓർഗനൈസേഷൻസ് ലോകത്തുള്ളത്. ഒന്ന് റോമൻ കത്തോലിക്ക സഭ, രണ്ട് TPM. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിരമിഡൽ സ്ട്രക്ചറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കമ്മ്യൂണൽ സ്ട്രക്ചർ എന്ന് തന്നെ വിളിക്കും. അതിൻ്റെ സെൻറ്റർ പടം വരച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം. സെൻറ്റർ ക്രൈസ്റ്റ് ആൻഡ് എവരിബഡി ഈസ് ദ സെയിം ക്ലോസ് റിലേഷൻസ് ടു ദ സെൻറ്റർ. മനസ്സിലായോ? എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടും അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറിനുണ്ട്. അതിനെ കമ്മ്യൂണൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മൾ ഡെമോക്രസിയാണ്. ഡെമോക്രസി കൂടിക്കൂടി എൻ്റെ ഈ പ്രസ്ഥാനത്തിൽ തന്നെ നിൽക്കണോ എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇവരാരാ കീഴ്പ്പെടുന്നത്? ഇവരാരാ മനസ്സ് വെക്കുന്നത്? ഇവരാരാ ഇത് അടുത്ത തലമുറയെ പണിയാൻ പോകുന്നത്? ഹൃദയം പൊട്ടി പറയുകയാണ്. ഹൃദയം പൊട്ടി പറയുകയാണ്. നിങ്ങളൊന്ന് തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്. ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഞാൻ എൻ്റെ സുവിശേഷ പ്രസംഗം തുടങ്ങി സ്ട്രീറ്റ് മിനിസ്റ്ററി പ്രസംഗിച്ച് തുടങ്ങിയ ആളാണ്. കേരളം മുഴുവൻ സൈക്കിൾ വേണ്ടി പ്രസംഗിച്ച എൻ്റെ നെബുവിന് ഈ സംഭവങ്ങളെല്ലാം അറിയാം. ഞാൻ നെബുവും കൂടെ എത്ര പരസ്യവും പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ഇന്ന് പുള്ളിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചങ്ക് പൊട്ടും. നമ്മൾ ആരോടെ സുവിശേഷം പറയാൻ പോകുന്നേ? സ്തോത്രം. ആരെ കീഴ്പ്പെടുന്നേ? അവരാണോ നല്ലത്? ഇവരാണോ നല്ലത്? ഇവരാരും നല്ലതല്ല. അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അവസാനിക്കുക. പക്ഷേ ആയി വരുന്നു സമയം. എത്രയായി? 30-50. അത് പ്രസംഗിക്കാൻ തുടങ്ങിയ സമയമായിരിക്കും. 19. ഇനിയുണ്ട്. എനിക്ക് 6 മിനിറ്റോടുണ്ട്. ഓക്കെ. സ്തോത്രം. നിങ്ങൾക്ക് എന്താ വേണം? നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു സെക്യൂർ മൈൻഡ് ഉണ്ടാകണം. ഞാൻ എൻ്റെ കർത്താവിൽ സുരക്ഷിതനാണെന്നുള്ള ബോധം. ഞാൻ എൻ്റെ കർത്താവിനോടാണ് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളതെന്നുള്ള ബോധം. അയ്യോ, ഇതുണ്ടായാൽ എന്ത് മാറ്റം നമുക്ക് വന്നേനെ. നമ്മളെ വിചാരിക്കുന്നത് ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, ഞാൻ നല്ല മണി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. നമ്മുടെ മനസ്സിലൊരു സെക്യൂർ മൈൻഡ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്നവരാണ്. പല കാര്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് പേഴ്സൺസ്, ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, ചലഞ്ചസാണ്. നമ്മളെപ്പോഴും പറയും പ്രൈസ് ലോർഡ്, എന്താ എന്തോ ചെയ്യാനാ എന്ന്. നമ്മുടെ മനസ്സ് കർത്താവിൽ കേന്ദ്രീകൃതമാണോ? സെക്യൂറാണോ? സുരക്ഷിത ബോധമുള്ള ഒരു മനസ്സുണ്ടാകണം. ഞാൻ ആരെ, പൗലോസ് അതിനെ പറയുന്ന വാക്യം ഇതാണ്: ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? പെന്തിക്കോസ്തലിസത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതുപോലെ നമ്മൾ എന്തെങ്കിലും ഉറപ്പുണ്ടോ? നമ്മളൊരു കൊച്ചു കാര്യം വരുമ്പോഴത്തേക്ക് ഡിസ്റ്റർബ്ഡാണ്. ചെറിയ കാര്യങ്ങൾ, ഫാമിലിയിലാകട്ടെ, മക്കളുടെ കാര്യമാകട്ടെ, യു ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിന് നിൻ്റെ മക്കളെക്കുറിച്ചും നിൻ്റെ ഭാവിയെക്കുറിച്ചും നിൻ്റെ ജീവിതത്തെക്കുറിച്ചും നിൻ്റെ അവസാനത്തെക്കുറിച്ചും ഒക്കെ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. അതുപോലെ നടക്കത്തുള്ളൂ. അത് നീ ഉറച്ച് വിശ്വസിക്കണം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ള ഉറച്ച തീരുമാനം, ഉറച്ച മനസ്സുണ്ടാകണം. സെക്യൂർ മൈൻഡ്. പൗലോസ് പറയാണ്, ഐ എം നോട്ട് എ വിക്ടിം. ഞാനൊരു നാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ ഞാനൊരു വിക്ടിമല്ല. നിങ്ങളെയൊക്കെ സഹതാപം പിടിച്ചു പറ്റി, നിങ്ങളെയൊക്കെ സഹതാപത്തിൽ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അങ്ങനെ ഒരു കോൺസെപ്റ്റേ അങ്ങ് വിട്ടുകളയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മിനിസ്ട്രിയിൽ വിശാലത ഉണ്ടായത് എപ്പോഴാണെന്നറിയാമോ? എന്ന് എൻ്റെ സർവൈവൽ പ്രോബ്ലത്തെ ഞാൻ ഓവർകം ചെയ്തു അന്ന് മുതൽ എനിക്ക് വിശാലതയാണ്. ധാരാളം മനുഷ്യരെ സഹായിപ്പാൻ, ധാരാളം മനുഷ്യരെ ബ്ലെസ് ചെയ്യുവാൻ. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഇന്ന് ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിലും എൻ്റെ പെട്ടിലേക്ക് വന്നിട്ട് ഒരു 10 പേരെങ്കിലും പറയും, ഈ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന്. അത് പറയിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല.
ഞാൻ പറയാൻ വന്നത് ഒരു വ്യക്തിമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് എന്നും ദുഃഖവും സങ്കടവും ദുരിതവും സങ്കടവും കണ്ണുനീരുമേ പറയാനുള്ളൂ. നിങ്ങളൊരു വ്യക്തിമായി ചിന്തിക്കുന്നുവെങ്കിൽ പൗലോസ് പറയുകയാണ്, ഐ ആം എ വിക്ടർ. ഐ ആം നോട്ട് എ വിക്ടിം, ഐ ആം എ വിക്ടർ. എല്ലാത്തിൻ്റെ മേലും ജയമുള്ള, എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായി പെർഫോം ചെയ്യുന്ന, ഏറ്റവും നല്ലായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണം. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ജീവിതത്തെ കെട്ടിപ്പടുക്കാം, ജോലി ചെയ്യാം, സുവിശേഷ വേല ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ ഞാൻ പെട്ടുപോയി, പെന്തിക്കോസി വന്നുപോയി, ഈ സഭയിൽ കയറിപ്പോയി, അവിടെ ചെന്നുപോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി. ഫോർഗെറ്റ് ഓൾ ദീസ്. ഞാനിപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഹല്ലേലൂയ, ഞാനും എൻ്റെ ദൈവവും കൂടെ ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കല്ലറയുടെ മേളിൽ അത് എഴുതി വെക്കണം. ഞാൻ മരിക്കുമെന്നുള്ളത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതി വെക്കണം, ഞാനും എൻ്റെ ദൈവവും കൂടെ ചേർന്നതാണ് ഏറ്റവും വലിയ ശക്തി. അതിനെ ജയിക്കാൻ ലോകത്തിലും മറ്റൊന്നിനും കഴിയത്തില്ല എന്ന് എൻ്റെ കല്ലറയിൽ എഴുതി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാനും എൻ്റെ ദൈവവും കൂടെ ചേരുന്നതാണ് ഏറ്റവും വലിയ ശക്തി. എന്തും വരട്ടെ, ഏത് പ്രശ്നങ്ങളും വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, സങ്കടങ്ങൾ വരട്ടെ, ഇല്ലായ്മ വരട്ടെ, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കൊണ്ടിക്കൂടെ കടന്നു പോകട്ടെ, ചലഞ്ചസ് ഇല്ലാത്ത ജീവിതത്തിൽ എന്താ ബ്യൂട്ടി ഉള്ളത്? ഈച്ച് ചലഞ്ചസ് മേക്ക് യു വെരി സ്ട്രോങ് പേഴ്സൺ. ഓരോ ചലഞ്ചും, ഹല്ലേലൂയ, എല്ലാ മക്കളെല്ലാം നല്ലപോലെ അനുസരിക്കുന്നവരും കൃപയിൽ നിൽക്കുന്നവരുമാണ്. അത് പറയുന്നത് എന്തിനാണെന്നറിയാം? അടുത്ത സഹോദരിക്കിട്ടൊരു കുത്തു കൊടുക്കാനാണ്. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൗലോസ് പറയാണ് 4 കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പറയാം. ഒന്ന്, ജോയ് ഇൻ ലിവിങ്. അദ്ദേഹം പറയാണ്, ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പറയാണ്, ജീവിക്കുന്നതിലൊരു ഏതെങ്കിലും അമ്മച്ചിമാരോ ഒപ്പച്ചന്മാരോ എനിക്കങ്ങ് ചത്താ മതി എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകത്തിലെ സത്യങ്ങൾക്ക് നിരക്കാത്തതാണ്, ചാകുകയല്ല. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും. അത് നമ്മൾ മരിച്ച വീട്ടിലൊക്കെ പറയുന്നത്. പക്ഷേ അതിനടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? എനിക്ക് ജീവിക്കാൻ ദൈവം അവസരം തന്ന് എൻ്റെ മിനിസ്ട്രി കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കാനും തയ്യാറാണ്. ജീവിക്കുന്നതിലൊരു സന്തോഷം വേണം. ഇത്രയൊക്കെ കൊണ്ടുവന്നില്ലേ, ഒന്ന് ചിരിച്ചേച്ച് പോ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷിച്ചിട്ട് പോ. ദൈവസന്നിധി കടന്നു വന്ന് വെച്ച് പോകുമ്പോൾ ഹൃദയം ഒന്ന് ആനന്ദിച്ചിട്ട് പോ. ജോയ് ഇൻ ലിവിങ്. രണ്ടാമത്തെ കാര്യം, ജോയ് ഇൻ സെർവിങ്. കർത്താവിനെ സേവിക്കുന്നതിലൊരു സന്തോഷമുണ്ട്. നിങ്ങൾ പാസ്റ്ററായിരിക്കുന്നു, നിങ്ങൾ വിശ്വാസിയായിരിക്കുന്നു, ഒരു ദൈവവൈതലായിരിക്കുന്നു, സഭാ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്നു, പായിടുന്നു, ഇവിടെ പാട്ട് ഗിത്താറും തൂക്കിയിട്ടുണ്ട്, 3-4 പ്രാവശ്യം അദ്ദേഹം പാട്ടിങ്ങനെ, അതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. സ്തോത്രം. ഫിലിപ്പ് അല്ലേ? സ്തോത്രം. ഒരു സന്തോഷം. സെർവിങ്. ദൈവത്തെ നമ്മൾ വിചാരിക്കുന്ന ഈ പുൾപ്പിറ്റേ നിൽക്കുന്നത് ആ മിനിസ്ട്രി എന്ന് ഒന്നുമല്ല പ്രിയമുള്ളവരെ. ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ വർഷങ്ങളോളം വർക്ക് ചെയ്ത് പൈനിയർ ചെയ്തിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ. അതിൻ്റെ അത്രയും സന്തോഷമൊന്നും ഈ പുൾപ്പിറ്റിലില്ല. ഞാൻ ലിംഗരാജ്പുരം ചർച്ചിലിരിക്കുമ്പോൾ ഞാൻ ബാഗും തൂക്കിയിട്ടോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ചായ അവിടെ, കോഫി ഇവിടെ, ആളുകൾ അവിടെ, ഇവിടെ എല്ലാം റെഡി. അങ്ങോട്ട് കയറി നിന്ന് പ്രസംഗിച്ചാൽ പോയാൽ മതി. സ്തോത്രം. ഞാനപ്പോൾ ചോദിക്കാറുണ്ട്, ദൈവത്തെ സേവിക്കുന്നതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടോ?